അന്ന ഭാഗം 24. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. പകയുടെ കറുത്ത മറകളാൽ മൂടപ്പെട്ട ആ ഇരുണ്ട രാത്രിയിൽ ആകാശം പൊഴിച്ച പേമാരിയാൽ ഭൂമി തണുത്തുറഞ്ഞു. പുറത്തു വീശിയടിച്ച കൊടുങ്കാറ്റിൽ ബംഗ്ലാവിൻ്റെ തുറന്നുകിടന്ന ജനൽപ്പാളികൾ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് അവിടെ മാസകലം മുഴക്കം സൃഷ്ടിച്ചു. ആ ശബ്ദത്തിൽ ഞെട്ടി അന്നയിൽ നിന്നും നേരിയ ഞരക്കങ്ങൾ പുറത്തു വന്നു. വളരെ യാദൃശികമായി രാത്രി ഏറെ വൈകിയുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷം വിശ്രമിക്കാനായി ജോർജ് മാമനും അയാളുടെ ആത്മാർത്ഥ സുഹൃത്തായ ദേവനാരായണനും കൂടി എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് എത്തിച്ചേർന്നു. അപ്രതീക്ഷിതമായി ഇരുവരും കൺമുന്നിൽ കണ്ട കാഴ്ചയിൽ ഞെട്ടിവിറച്ചുകൊണ്ട് ആ വാതിൽക്കൽ തന്നെ തറഞ്ഞു നിന്നു. തൻ്റെ മകൻ്റെ പ്രതികരണത്തിനിരയായി ക്രൂരതകൾ ഏറ്റുവാങ്ങി ജീവന് വേണ്ടി പോരാടുന്ന അന്നയെയും അരികിലായി ലഹരിയുടെ കാഠിന്യത്താൽ ക്രൂരതകൾ ചെയ്തുകൂട്ടി ബോധശൂന്യനായി നിലത്തുകിടക്കുന്ന ഫെലിക്സിനെയും അവർ നോക്കി. മകൻ്റെ ക്രൂരതയിൽ ജോർജിൻ്റെ ഹൃദയം നുറുങ്ങുകയായിരുന്നു. നിസ്സഹായയായ ഒരു പെൺകുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ വിധിയിൽ താനും കാരണമാകേണ്ടി വന്നല്ലോ എന്നോർത്ത് ജോർജിൽ കുറ്റബോധമുണർന്നു. കാര്യമൊന്നും മനസ്സിലാക്കാതെ കൺമുന്നിൽ കണ്ട ക്രൂരമായ കാഴ്ചയിൽ വിറപ്പുകൊണ്ട് നിൽക്കുകയായിരുന്നു ദേവനാരായണൻ. അവരിരുവരും ചേർന്ന് അന്നയുടെ അനാവൃതമായ ശരീരഭാഗങ്ങളിൽ ഒരു പുതപ്പുകൊണ്ട് മൂടി. ആ കോരിച്ചൊരിയുന്ന മഴയുള്ള ഇരുട്ട് മൂടിയ രാത്രിയിൽ അവൾ അനാഥാലയത്തിന് മുന്നിൽ ഉപേക്ഷിക്കപ്പെട്ടു. വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു രാത്രിയിൽ ഒരിറ്റു മുലപ്പാലിനു വേണ്ടി കരഞ്ഞ ആ ചോരക്കുഞ്ഞ് ഇന്ന് കാലം വരുത്തിയ കെടുതിയാൽ എരിഞ്ഞടഞ്ഞ് വീണ്ടും അതേ തീരത്ത് വന്നടിയുകയായിരുന്നു. ബന്ധങ്ങളുടെ ത്രാസിൽ അളന്നു കുറിച്ചപ്പോൾ അവിടെയും അന്ന എന്ന പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെടുകയായിരുന്നു. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വിധിച്ച പീലാത്തോസ് എന്ന ന്യായാധിപൻ തൻ്റെ ഇരു കൈകളും ജലത്താൽ ശുദ്ധമാക്കിയതുപോലെ അന്നയുടെ വിധിയും ജോർജ് മാമൻ നടപ്പിലാക്കി തൻ്റെ കൈകൾ കഴുകി. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് അന്ന ഞെട്ടി ഉണർന്നു. ഒരു സ്വപ്നത്തിലേക്കെന്നോണം മാറിമറിഞ്ഞുപോയ ഓരോ ഓർമ്മ ചുരുളുകളും കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്തവയായിരുന്നു. അനാവൃതമായ അവളുടെ വയറിലെ മുറിപ്പാടുകളിൽ തൻ്റെ വിരൽ ചേർത്ത് തഴുകിയപ്പോൾ അവൾ അനുഭവിച്ച വേദനകളുടെയും ദുഃഖങ്ങളുടെയും കണക്കുകൾ ഒരു തീജ്വാല പോലെ അവളിൽ കത്തിജ്വലിച്ചു. ജനാലയിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവിൻ്റെ വെളിച്ചത്തിൽ അന്ന തനിക്കരികിലായി പറ്റിച്ചേർന്ന് കിടക്കുന്ന മിന്നുമോളെ നോക്കിക്കൊണ്ട് അവളുടെ മുടിയിഴകളെ മാടിയൊതുക്കി. പ്രണയം തോൽപ്പിച്ച ജീവിതത്തിലെ മൺമറഞ്ഞ ഓർമ്മകൾ ഓരോന്നും അവളിൽ വീണ്ടും ഒരു പുതുജീവനേകി അവൾക്ക് കരുത്തു പകർന്നു. കാലം അവൾക്ക് മുന്നിൽ തോൽവികൾ മാത്രം സമ്മാനിച്ചപ്പോൾ ഇനി ആർക്കു മുന്നിലും തോൽക്കില്ല എന്ന് അവൾ തൻ്റെ ഹൃദയത്തിൽ അടിവരയിട്ടുറപ്പിച്ചു. ഒരു പുതിയ പുലരിക്ക് വേണ്ടി അന്ന തൻ്റെ മിഴികളെ ചേർത്തടച്ചു. 1000 പ്രതീക്ഷകളോടെ. മിന്നുമോൾ ഇന്ന് പതിവിലും സന്തോഷവതിയായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അന്ന അവളെയും ഓഫീസിലേക്ക് കൊണ്ടുപോകാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിന്നുമോൾക്ക് സ്കൂൾ അവധിയായതിനാൽ എല്ലാ ദിവസവും രാവിലെ അന്ന ഓഫീസിൽ പോകുന്നതും നോക്കി സങ്കടത്തോടെ ഓർഫനേജിൻ്റെ വരാന്തയിൽ നിൽക്കുമായിരുന്നു മിന്നുമോൾ. ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. എങ്കിലും ആ കുരുന്നു മുഖത്ത് എന്നെയും കൂടി കൂട്ടുമോ എന്ന ചോദ്യം നിഴലിക്കുന്നത് അന്ന മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഓഫീസിലേക്ക് അവളെയും കൂട്ടി ചെല്ലുന്നതിലുള്ള പ്രശ്നങ്ങൾ അന്നയെ അതിൽ നിന്നും വിലക്കി. അതിനുള്ള പ്രധാന കാരണം ഫെലിക്സ് ആയിരുന്നു. തന്നെ കണ്ടാൽ പോലും കടിച്ചു കീറാൻ പകയോടെ കാത്തിരിക്കുന്ന അയാൾ മിന്നുമോളെയും ദ്രോഹിക്കുമെന്ന് അവൾക്ക് തോന്നി. എങ്കിലും അവളുടെ ഈ ചെറിയ ആഗ്രഹമെങ്കിലും നിറവേറ്റാതിരിക്കാൻ അന്നയിലെ അമ്മ മനസ്സിനായില്ല. പോരാത്തതിന് ഫെലിക്സ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഏതോ ബിസിനസ് ടൂറിലായിരുന്നു. എടി ഡയാനെ, നിനക്കുറപ്പാണല്ലോ അല്ലേ അവിടെ മിന്നുമോളെ കൊണ്ടുവരുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? അന്ന ഡയാനയെ ഫോണിൽ വിളിച്ച് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുകയായിരുന്നു. എടി, നീ ഇനി വല്ലതും പറഞ്ഞ ഞാൻ വന്ന് മിന്നുമോളെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഡയാന ദേഷ്യത്തോടെ പറഞ്ഞ് ഫോൺ വെച്ചു. ഓഫീസിലെത്തിയ മിന്നുമോളെ എല്ലാവരും വളരെയധികം വാത്സല്യത്തോടെ കൊഞ്ചിച്ചു. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന സത്യം എല്ലാവരും വേദനയോടെ ആയിരുന്നു
തിരിച്ചറിഞ്ഞത്. അവൾ കുസൃതിയോടെ ആ ഓഫീസിലാകമാനം ഓടി നടന്നു. അന്ന വിവാഹിതയായിരുന്നെന്നും ഇങ്ങനെ ഒരു മോളുണ്ടെന്നുമൊക്കെ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. പ്രത്യേകിച്ച് ആ കാര്യം ലോകേഷിലൊരു നടുക്കം സൃഷ്ടിച്ചു. അന്നയോട് തോന്നിയ ഇഷ്ടം അവളോട് സംസാരിച്ച് അവൾക്ക് സമ്മതമായിരുന്നെങ്കിൽ തൻ്റെ ഈ ഒറ്റപ്പെട്ട ജീവിതത്തിൽ അവളെ കൂടെ കൂട്ടാൻ ലോകേഷ് അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്ന് മിന്നുമോളുമായി വന്ന അന്നയിൽ നിന്നും മനസ്സിലാക്കിയ സത്യങ്ങൾ ലോകേഷിലെ പ്രതീക്ഷകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് നഷ്ടബോധമുണ്ടാക്കി. ജോലി സംബന്ധമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ലോകേഷിൻ്റെ ക്യാബിനുള്ളിലേക്ക് പോയതായിരുന്നു അന്ന. അന്നയുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? ഫയലുകളിലേക്ക് മിഴി ഊന്നിക്കൊണ്ട് ലോകേഷ് അയാൾക്ക് മുന്നിൽ നിൽക്കുന്ന അന്നയോട് ചോദിച്ചു. എന്നാൽ ആ ചോദ്യത്തിന് മുന്നിൽ അന്ന അടിപതറിപ്പോയി. പൊടുന്നനെ ക്യാബിൻ്റെ ഡോറ് തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് വന്ന ഡയാനയിലേക്ക് അന്ന ആശ്വാസത്തോടെ നോക്കി. ആ ഡയാന, അന്നയുടെ വിവാഹം കഴിഞ്ഞ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അതിരിക്കട്ടെ, തൻ്റെ മോളെവിടെ? ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അയാൾ ചോദ്യം ഡയാനയിലേക്ക് വഴിതിരിച്ചു. ലോകേഷ് വീണ്ടും ആ കാര്യം വിടാൻ ഉദ്ദേശമില്ലെന്ന് മനസ്സിലാക്കിയ അന്ന ദയനീയ ഭാവത്തിൽ ഡയാനയെ നോക്കി. ഡയാന ലോകേഷിൻ്റെ വാക്കുകൾക്ക് മറുപടിയായി ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അന്നയെ നോക്കി. അന്ന, തന്നെ HR മാനേജർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. നീ ടേബിളിൽ ഇല്ലായിരുന്നതുകൊണ്ട് ഞാനാ അറ്റൻഡ് ചെയ്തത്. ഡയാന പറഞ്ഞത് കേട്ട് അന്ന ആശ്വാസത്തോടെ ലോകേഷിനെ നോക്കിക്കൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. മാളിയേക്കൽ കൺസ്ട്രക്ഷൻസിൻ്റെ ഓഫീസ് സമുച്ചയത്തിനുള്ളിൽ മിന്നുമോൾ ഒരു പൂമ്പാറ്റയെപ്പോലെ പാറി നടന്നു. മാർബിൾ പാകിയ തറകളും കെട്ടിടത്തിൻ്റെ ഒത്ത നടുക്കായി കൃത്യമായി നിർമ്മിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും എല്ലാം അവൾ കൗതുകത്തോടെ കാണുകയായിരുന്നു. അവയെല്ലാം അവളിൽ പുതുമയുള്ള കാഴ്ചകളായിരുന്നു. മിന്നുമോളെ അവളുടെ ലോകത്തിലേക്ക് വിട്ട് അന്ന തൻ്റെ ജോലിയിൽ മുഴുകി. ഓഫീസിൽ മുഴുവൻ സെക്യൂരിറ്റി കവറേജും CCTV ക്യാമറയുമൊക്കെ ഉള്ളതുകൊണ്ട് മിന്നുമോളുടെ കാര്യത്തിൽ അന്നയ്ക്ക് പേടിയില്ലായിരുന്നു. പിന്നെ എവിടേക്കും തൻ്റെ സാമീപ്യം മറന്നുകൊണ്ട് മിന്നു ദൂരേക്കെങ്ങും പോകില്ല എന്നും അന്നയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ ബിസിനസ് ടൂറിൽ നിന്നും തിരിച്ചെത്തിയ ഫെലിക്സ് മാളിയേക്കൽ ഗ്രൂപ്പിൻ്റെ ഓഫീസ് കവാടം കടന്ന് ലോബിയിലേക്ക് കയറി സ്മോക്കിംഗ് സോൺ ലക്ഷ്യമാക്കി നടന്നു. ഫെലിക്സ് നടന്നു നീങ്ങവേ റിസപ്ഷൻ കൗണ്ടറിനുള്ളിൽ ചായം പൂശി ചുണ്ടുകൾ ചുവപ്പിച്ചിരിക്കുന്ന ആ സുന്ദരിയായ പെൺകുട്ടി അവനെ നോക്കി വളരെ ബഹുമാനത്തോടെ പുഞ്ചിരിച്ചു. ഫെലിക്സ് തിരികെ അവൻ്റെ ചുണ്ടുകളിൽ വശ്യമായൊരു പുഞ്ചിരി വിടർത്തി അവളെ ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവൻ്റെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ ആ പെൺകുട്ടി ചൂളിപ്പോയി. ചുണ്ടിലേക്ക് വെച്ച് തീ പടർത്തിയ സിഗരറ്റ് കുറ്റി ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പുക ഊതവേ പിന്നിൽ നിന്ന് തൻ്റെ ഇടത്തെ കൈവിരലുകളിൽ മൃദുവായി പിടിച്ചുകൊണ്ട് ആരോ താഴേക്ക് വലിക്കുന്നതായി തോന്നിയ ഫെലിക്സ് വേഗം പിന്നിലേക്ക് തിരിഞ്ഞു നിന്നു. കുഞ്ഞരി പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് ഫെലിക്സിന് മുന്നിലേക്ക് ഒരു വാലറ്റ് നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു കൊച്ചു സുന്ദരി. തൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ചു മുൻപ് നഷ്ടമായ വാലറ്റാണെന്ന് ഫെലിക്സ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അവൻ്റെ കൈകളിലിരുന്ന പുകയുന്ന സിഗരറ്റ് കുറ്റി ആഷ്ട്രയിലേക്ക് കുത്തിക്കെടുത്തിയ ശേഷം പുഞ്ചിരിയോടെ ആ പിഞ്ചു കൈകളിൽ നിന്നും അത് തൻ്റെ കൈകളിലേക്ക് വാങ്ങി. ഒരു നിമിഷം അവൻ ആ കുഞ്ഞിൻ്റെ സത്യസന്ധതയെയും കർത്തവ്യബോധത്തെയും കുറിച്ച് ഓർത്തു. ഫെലിക്സ് തൻ്റെ ഒരു കാൽ നിലത്ത് കുത്തിക്കൊണ്ട് മിന്നുമോളുടെ അരികിലേക്കിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം ആ കുഞ്ഞു മുഖത്തെ തിളങ്ങുന്ന നീലക്കണ്ണുകളിലേക്ക് നോക്കവേ ഫെലിക്സിൽ അകാരണമായി തൻ്റെ ഹൃദയമിടിപ്പുകൾ ഏറി വരുന്നതായി തോന്നി. ആ കണ്ണുകളിൽ നോക്കുമ്പോൾ എവിടെയോ ഒരു ആത്മബന്ധം നിലനിൽക്കുന്നത് അവനിൽ അനുഭൂതി പടർത്തി. അവൻ പോലും അറിയാതെ ഇരു ഹൃദയങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാന്തിക ശക്തി പോലെ ഫെലിക്സ് തൻ്റെ കൈകളാൽ ആ കുഞ്ഞു ശരീരത്തെ തന്നിലേക്ക് വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.